ശ്രീനിവാസനെ പോലെ മക്കളിരുവരും സിനിമയിൽ അഭിനയിക്കുന്നതിന് പുറമെ രചനയിലും സംവിധാനത്തിലും കൈവച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ധ്യാൻ രചന നിർവഹിച്ച സിനിമയാണ് ആപ് കൈസേ ഹോ. ധ്യാൻ ശ്രീനിവാസന്റെ യൂട്യൂബ് അഭിമുഖങ്ങളിൽ അദ്ദേഹത്തിന്റെ ജീവിത കഥയുടെ പൊടിപ്പും തൊങ്ങലുകളും കേട്ട് ചിരിക്കുന്നവർക്ക് അതുപോലൊരു വിശ്വസിക്കാൻ പ്രയാസമുള്ളതും എന്നാൽ വിശ്വസിക്കാവുന്നതുമായ ഒരു കഥയാണ് ആപ് കൈസേ ഹോയിൽ പറയുന്നത്. സിനിമയിലെ ചില ഭാഗങ്ങളിലൊക്കെ ധ്യാനിന്റെ സൗഹൃദകാല ഫ്ലാറ്റ് ജീവിതം തന്നെയാണ് വരുന്നതെന്ന് തോന്നും. വിവാഹിതനാകാൻ ഒരാഴ്ച മാത്രമുള്ള ക്രിസ്റ്റി ചെന്നുചാടുന്ന വലിയൊരു കുഴിയാണ് സിനിമയുടെ പ്രമേയം. നല്ല മനസ്സോടെ ചെയ്തൊരു പ്രവർത്തനം മോശം പ്രതിഫലനം സൃഷ്ടിക്കുന്നത് എല്ലാവരുടെയും അനുഭവത്തിലുണ്ടാകും. ബാച്ചിലർ ഫ്ലാറ്റിലെ കോലാഹലങ്ങളിലൂടെ 3/4 മണിക്കൂറോളം സഞ്ചരിച്ചാണ് സിനിമ കഥയിലേക്ക് എത്തുന്നത്. സിനിമയുടെ ആദ്യ യാത്രകൾ കാണുന്നവർക്ക് ഇതെങ്ങോട്ടേക്കാണ് പോകുന്നത് എന്ന് യാതൊരു തരത്തിലും മനസ്സിലാക്കാനാവില്ല. അഭിമുഖങ്ങളിൽ ധ്യാൻ പറയുന്നത് പോലുള്ള ഫ്ലാറ്റും സൗഹൃദങ്ങളും മദ്യപാനവും ഒക്കെയായ ന്യൂജൻ രംഗങ്ങൾക്കൊടുവിലാണ് ആപ് കൈസേ ഹോ ഭാഷക്കാരി കടന്നു വരുന്നത്. ബംഗാളി പെൺകുട്ടിയാണെങ്കിലും ഹിന്ദിയിലുള്ള സംഭാഷണങ്ങളിൽ ക്രിസ്റ്റിക്ക് ശരിക്കും ഒരു ആപ്പ് സൃഷ്ടിക്കപ്പെടുകയാണ് പിന്നീട്. ഫ്ലാറ്റും ജീവിതവും യുവാക്കളുടെ നിയന്ത്രണമില്ലാത്ത ജീവിതവും എന്നതിനപ്പുറം പോലീസിലെ ചില പുഴുക്കൂത്തുകളെ വളരെ സമർത്ഥമായി വരച്ചു കാണിക്കാനും സിനിമ തയ്യാറാകുന്നുണ്ട്. സാധാരണക്കാരായ പൊതുജനങ്ങളെ തലതിരിഞ്ഞ പോലീസുകാർ ഭയപ്പെടുത്തി മുതലെടുക്കുന്നത് എങ്ങനെയെന്നും സിനിമ പറയുന്നു. ആ അർത്ഥത്തിൽ ക്രിസ്റ്റിക്ക് മാത്രമല്ല ചില പോലീസുകാർക്കും ആപ്പാണ് കൈസേ ഹോ. പോലീസുകാരായ KCയും SP-യുമായി അജു വർഗീസും രമേശ് പിഷാരടിയും സ്വാമിശരണം ASI ആയി സുധീഷും വരുന്ന സിനിമയുടെ രണ്ടാം ഭാഗം വടക്കൊച്ചി ജനമൈത്രി പോലീസ് സ്റ്റേഷന് അകത്ത് തന്നെയാണ് ഭൂരിഭാഗ സമയം ചെലവഴിക്കുന്നത്. ഇഷ്ടപ്പെടാത്തൊരു ജോലി ചെയ്യാൻ നിർബന്ധിക്കപ്പെടുന്ന ഒരു പെൺകുട്ടിയെ രക്ഷപ്പെടുത്താൻ ക്രിസ്റ്റി നടത്തുന്ന ശ്രമം ഒടുവിൽ അയാൾക്കും കൂട്ടുകാർക്കും കുരുക്കായി മാറുകയാണ്. അവർക്കതിൽ നിന്നും രക്ഷപ്പെട്ട് പുറത്തേക്ക് വരാൻ ചെറിയ സമയം മാത്രം മതിയാകുന്നുമില്ല. 1.25 മണിക്കൂർ മാത്രമാണ് ആപ് കൈസേ ഹോയുടെ ദൈർഘ്യം. വലിയ അവകാശവാദങ്ങളൊന്നും ഇല്ലാത്ത സിനിമയാണെങ്കിലും ധ്യാൻ ശ്രീനിവാസന്റെ രചനയാണെന്നതിനാൽ പ്രേക്ഷകർ പ്രതീക്ഷ വെക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ അച്ഛൻ്റെയോ ജ്യേഷ്ഠൻ്റെയോ തിരക്കഥാരചനയുടെ കൗശലങ്ങളിലേക്കൊന്നും ധ്യാൻ പോകുന്നേയില്ല. കാര്യങ്ങളെല്ലാം നേരെ പറഞ്ഞു പോവുകയാണ്. ട്വിസ്റ്റുകളോ അപ്രതീക്ഷിത സംഭവങ്ങളോ അറിയാതെ പോലും കടന്നു വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. നായികക്ക് പറയത്തക്ക സ്ക്രീൻ സ്പേസ് ആവശ്യപ്പെടാത്ത കഥയിൽ തൻവീർ റാം, ജൂഡ് ആന്റണി ജോസഫ് തുടങ്ങിയവരെല്ലാം ചെറിയ ഭാഗത്ത് വന്നു പോവുകയാണ്. ഒരിടവേളയ്ക്ക് ശേഷം ശ്രീനിവാസനെ സ്ക്രീനിൽ കാണാനാവുന്നതും ധ്യാൻ ശ്രീനിവാസൻ നേർക്കുനേർ വരുന്ന സീനുകളും പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടും. സിനിമ എടുത്തു പറയത്തക്ക സവിശേഷതകളൊന്നും ആവശ്യപ്പെടാത്തതിനാൽ ക്യാമറയിലോ എഡിറ്റിങ്ങിലോ സംവിധാനത്തിലോ വ്യത്യസ്തതയൊന്നും പുലർത്തിയിട്ടില്ല. പോക്സോ കേസിനെയും അതിനുള്ള വകുപ്പുകളെയും കുറിച്ച് വ്യക്തമായി സൂചിപ്പിക്കുന്നതിനാൽ ഇരകൾക്കും പ്രതികൾക്കും മാത്രമല്ല പോലീസുകാർക്കും നിയമത്തിന്റെ ശക്തമായ ഇടപെടലുകൾ ഈ സിനിമ പറഞ്ഞു വെക്കുന്നുണ്ട്. വിനയ് ജോസ് സംവിധാനം നിർവഹിച്ച ആപ് കൈസേ ഹോ ഡി ഗ്രൂപ്പിന്റെ ബാനറിൽ മാനുവൽ ക്രൂസ് ഡാർവിനും അംജിത്തും ചേർന്നാണ് നിർമ്മിച്ചിരിക്കുന്നത്.